ഹലോ ഹായ് സുഹൃത്തുക്കളെ. അപ്പം ഒരുപാടായി ഞാൻ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് കുറച്ച് വയ്യാഴികയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി ഒന്ന് ആക്റ്റീവ് ആകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് വന്ന വേറൊന്നുമല്ല കേട്ടോ, എൻ്റെ ഒരു പേഴ്സണൽ കാര്യങ്ങൾ മാത്രമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിലൊരുപാട് സന്തോഷം നൽകിയൊരു എൻ്റെ ജീവിതത്തിൽ എനിക്കത് സന്തോഷമാണ്. വേറൊന്നുമല്ല, ഞാൻ എൻ്റെ ഭർത്താവിനായിട്ട് ഡിവോഴ്സ് കേസ് നടക്കുവാന്ന് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തായിരുന്നു. ആദ്യത്തെ വീഡിയോകളിലൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പം ആ കേസിൻ്റെ ഒരു അന്തിമ വിധി വന്നു കേട്ടോ. വേറൊന്നുമല്ല, എൻ്റെ ഭർത്താവ് കൊടുത്ത ഡിവോഴ്സ് കേസ് കോടതി തള്ളിക്കളഞ്ഞു. വേറൊന്നല്ല, പുള്ളി ഈ കേസുമായിട്ട് സഹകരിച്ചിട്ടില്ല. കാരണം പുള്ളിയായിരുന്നു പെറ്റീഷണർ. അപ്പോൾ പെറ്റീഷണർ വരാതെ ഒരിക്കലും ഈ കേസ് മുന്നോട്ട് പോകത്തില്ല. അപ്പം പുള്ളി ഈ കേസിൻ്റെ അകത്ത് വന്നിട്ടില്ല, സഹകരിച്ചിട്ടില്ല. പുള്ളി കൊടുത്തിട്ട് പുള്ളി വരത്തില്ലായിരുന്നു. അങ്ങനെയാണ് ഈ കേസ് തള്ളിപ്പോയത്. അപ്പം എന്തായാലും എനിക്കൊരുപാട് സന്തോഷമായി. പിന്നെ മാത്രമല്ല, ഇടയ്ക്ക് എൻ്റെ ഭർത്താവ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ദിവസം കുട്ടിയെ ഇവിടുന്ന് കൊണ്ടുപോയായിരുന്നു. എന്നെ വിളിച്ചുകൊണ്ട് കുട്ടിയെ നോക്കിക്കോളാം, പുള്ളിയും പുള്ളിയുടെ ഭാര്യയെ നോക്കുമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഞാനും കൊടുത്തു വിട്ടു. കാരണം അവിടെ ചെല്ലുമ്പോൾ എന്നാ നടക്കുന്നതെന്ന് എനിക്ക് നല്ലപോലെ അറിയാമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച പോലെ തന്നെ നടന്നു. അവിടെ ചെന്നപ്പം ഇപ്പോഴത്തെ അഭിഹിത ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കുട്ടിയെ കൊണ്ട് ചെന്നത്. അവിടെ വഴക്കായി, ബഹളമായി. പിറ്റേ ദിവസം വൈകുന്നേരം കുട്ടിയെ എൻ്റെ കൂടെ വീട്ടിൽ കൊണ്ടുവിട്ടു. അന്നാണ് ഞാൻ ഈ സാധനത്തിനെ ആദ്യമായിട്ട് കാണുന്നത്. ഒരു മീശ മുളച്ച സാധനം എൻ്റെ ഭർത്താവിൻ്റെ അമ്മയാണെന്നൊക്കെ കണ്ടാൽ പറയും. അപ്പം അത് എന്തോ ആയിക്കോട്ടെ. അപ്പം എന്തായാലും അവൾ ഇപ്പം 6-7 മാസം കൊണ്ട് പ്രഗ്നൻ്റാണ്. അപ്പം പുള്ളി ആ ആശുപത്രി ഗർഭമായിട്ട് നടക്കുമായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ പുള്ളിക്ക് കോടതിയിലൊന്നും വരാൻ പറ്റാതിരുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം എന്തായാലും ഇങ്ങനൊരു കോടതി അനുകൂല വിധി എനിക്ക് അനുകൂലമായിട്ട് വന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പം ഇതുകൊണ്ട് ഈ വീട് എൻ്റെ ഭർത്താവിൻ്റെ വീടാകട്ടോ. ഞാൻ ഇവിടെ തന്നെ കാണും, അവൻ്റെ ഭാര്യയായിട്ട് തന്നെ ഇവിടെ കാണും. അപ്പം ഒരിക്കലും ഈ വീട് വിട്ട് ഞാൻ പോകും, എന്നാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങും. പക്ഷേ എൻ്റെ ആൺകുട്ടിയാണ്, ആ കുട്ടിക്കൊരു ഇതാകുമ്പോൾ ഞാനായിട്ട് സ്വയം ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഇരിക്കുവാണ്. അപ്പം എന്തായാലും അവൻ്റെ ഭാര്യയ്ക്കും അവൻ്റെ അവിഹിത കുഞ്ഞിനും എല്ലാം ഞാൻ വിജയാശംസകൾ നേരുവാകട്ടെ ഈ ഒരു